welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടിയുള്ള ഒരു ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ലുക്കാണ് കേട്ടോ. ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഗുഡ് വൈബ്സിന്റെ മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ NYBയുടെ 3 in ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു സംഭവം എല്ലാവരും വാങ്ങി കൈവെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മതി കേട്ടോ. അത്യാവശ്യത്തിനുള്ള കവറേജും ഒരു ഗ്ലോയും ഒക്കെ നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കയ്യിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് പ്രൈസ് ഒന്നുമില്ല. പർപ്പിളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്ട്രോക്ക് ക്രീമാണ്. അതും NYBയുടെ തന്നെയാണ്. ഇതൊരു പല ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റോസ് കളർ ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നമ്മളൊന്നും തേച്ചായിട്ട് തോന്നില്ല കേട്ടോ. ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ. നമുക്ക് ഒരുപാട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടതുപോലെ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതേണ്ട ഇങ്ങനെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് വാങ്ങി കൈ വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് റെഡി ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഞാൻ നമ്മുടെ പിരികം ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാണ്. ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും ഞാൻ ഫേസിൽ ഇടുന്നില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ലുക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫേസിലെ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഐ ഷാഡോ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടു. പിന്നെ ഞാനൊരു മെറൂൺ ഷെയ്ഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയൊരു ഗിൽട്ടറി ഷെയ്ഡ് പോലത്തെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കണ്ണെഴുതുകാൻ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയൊക്കെ കണ്ണെഴുതുമ്പോൾ നല്ല നീട്ടി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ആ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ച് കുറച്ച് വാലൊക്കെ ഇട്ടൊന്ന് എഴുതി കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു കണ്ണ് നന്നായിട്ടൊരു ഹൈലൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കണ്ണെഴുതുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചിലർക്ക് മുകളിലൊന്നും എഴുതാൻ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ ട്രഡീഷണൽ ലുക്കിലൊക്കെ എഴുതുമ്പോൾ മുകളിലും താഴെയൊക്കെ എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 കണ്ണിൽ. പിന്നെ ഇനി കണ്ണിൻ്റെ താഴെയും കൂടെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ വാട്ടർ ലൈൻ മാത്രം ഫില്ല് ചെയ്യാതെ കുറച്ചൊന്ന് വൈഡായിട്ടൊക്കെ എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നന്നായിട്ട് കാണാനും നമ്മുടെ ഫേസിൽ ഒരു പ്രത്യേക ഒരു ലുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രഡീഷണൽ ലുക്കിലൊക്കെ നന്നായിട്ട് ഇച്ചിരി വിടർന്ന കണ്ണുകളായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്സ് ഉണ്ട് അങ്ങനെ വെച്ച് ചെയ്യാം. ഞാൻ നമ്മുടെ ഐബ്രോസ് എഴുതിയ ആ ബ്രഷ് കൊണ്ട് തന്നെ താഴെ ഭാഗം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ചും കൂടെ ഒന്ന് കട്ടിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കണ്ണിങ്ങനെ നന്നായിട്ട് വിടർന്നിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഐ ലുക്ക്. അപ്പോൾ നമ്മുടെ ഫേസിലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ കണ്ണൊക്കെ തന്നെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അതിന് ശേഷം ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടൊരു ഇതെന്ന് പറയും, നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ പോകും. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലിപ് ലൈനർ വരുന്നത് തന്നെ നമ്മുടെ ആ ചുണ്ടിൽ ഒന്നും കൂടെ ഒന്ന് അത് വെച്ച് തന്നെ ഒന്ന് ലിപ്സ്റ്റിക് പോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് ചുണ്ടിൽ നിന്ന് പോയാൽ ഈ ഒരു ടിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ നേരം നമ്മുടെ ചുണ്ടിൽ ആ ഒരു കളർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഒരു 6-7 മണിക്കൂറൊക്കെ വരെ നിൽക്കും കേട്ടോ. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇതായിട്ടുള്ള ഷെയ്ഡും അല്ല, എന്നാൽ അത്യാവശ്യം ഏതൊരു ഡ്രസ്സിൻ്റെയും കൂടെ മാച്ചാണ് കേട്ടോ. ട്രഡീഷണലിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പോകും. നന്നായിട്ട് എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സാരി കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചൊക്കെ വെച്ചേക്കുവാണ്. ഇനി ഞാൻ ബാക്കി എല്ലാം കൂടെ ചെയ്തിട്ട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. നമ്മൾ ജ്വല്ലറീസ് ഒക്കെ ഒരു പച്ച വളയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് കെട്ടിക്കൊടുത്തേക്കുന്നത് ഫേസിൽ വട്ടത്തിൽ വെച്ചിട്ട്. പിന്നെ കമ്മൽ മാലയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്മൽ മാലയാണ് നേരത്തെ. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അതുകൊണ്ട് ചെറിയൊരു ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഒന്നും കൂടെ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കറക്റ്റ് ഫിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു അപാകതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. വളരെ സിമ്പിൾ ലുക്കാണ്. ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരുങ്ങി പോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാരി ഇതായിരുന്നു ഞാൻ വാങ്ങിച്ച സാരി. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഫുള്ളായിട്ട് ഇങ്ങനെ ഗോൾഡൻ ആയിട്ടിരിക്കുന്നേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഒരു പച്ച കളർന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പോൾ നമുക്കുള്ളതൊക്കെ വെച്ച് ചെറിയ രീതിയിലായാലും എല്ലാവരും ആഘോഷിക്കാൻ മറക്കരുത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ.